അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1322, സൂറത്തു തൗബ 118-ാം സൂക്തത്തിന്റെ വിശദീകരണം തുടർച്ചയും 119-ാം സൂക്തവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وعلى الثلاثة الذين خلفوا. തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിയ 3 പേരുടെ മേലിലും അല്ലാഹു തആല പശ്ചാത്താപം സ്വീകരിച്ചു. ഹത്താ ഇദാ ലാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത്. വിശാലമായതോടൊപ്പം തന്നെ ഭൂമി അവരുടെ മേലിൽ കുടുസായപ്പോൾ, വലാഖത് അലൈഹിം അൻഫുസുഹും, അവരുടെ ശരീരം തന്നെ അവർക്ക് കുടുസായി അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ, വമന്നു അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി, അല്ലാഹുവിൽ നിന്ന് അവനിലേക്കല്ലാതെ അഭയമില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. സുമ്മ താബ അലൈഹിം ലിയതൂബു, അവരുടെ പശ്ചാത്താപം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്തു. ഇന്നല്ലാഹ ഹുവത് തവ്വാബുർ റഹീം, നിശ്ചയം അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനും വലിയ കാരുണ്യവാനുമാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും സൂക്ഷിക്കണേ. വകൂനൂ മഅസ് സാദിഖീൻ, സത്യം പറയുന്നവരോടൊപ്പം ആവുകയും ചെയ്യണമേ. നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിൽ വിശദീകരിച്ചത്, യുദ്ധത്തിൽ നിന്ന് തബൂക്ക് യുദ്ധത്തിന് കാരണമില്ലാതെ പിന്തിയ മഹാനായ ഹിലാൽ ബിൻ ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നീ 3 പേർ. അവരുടെ വിഷയത്തിൽ എന്താണ് തീരുമാനമെന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നതുവരെ നിങ്ങൾ മാറി നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവരോട് സംസാരിക്കാനോ സലാം പറയാൻ പോലുമോ പാടില്ല എന്ന അർത്ഥത്തിലുള്ള വിലക്ക് നബി തങ്ങൾ പ്രഖ്യാപിച്ചു. 40 ദിനം വരെ സമൂഹത്തിൽ നിന്ന് വിലക്കിയതിനു ശേഷം 40ാമത്തെ ദിവസം സ്വന്തം ഭാര്യമാരും പോലും അടുക്കാൻ പാടില്ല എന്ന തീരുമാനം മുത്തുനബി പ്രഖ്യാപിച്ചു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതും അംഗീകരിച്ചു. അതേസമയത്ത് വയസ്സായ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാനുള്ള അനുവാദം ചോദിച്ചപ്പോൾ അത് ബഹുമാനപ്പെട്ട ഹിലാൽ ബിൻ ഉമയ്യത്ത് തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ച് നൽകുകയും ചെയ്തു. ഏതായാലും 50ാമത്തെ ദിവസം വരെ ഈ അവസ്ഥ തുടർന്നു. 50ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 പേരുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്ന സന്തോഷവാർത്ത വഹയിലൂടെ അറിയിച്ചു. പാതിരക്കാണ് വഹി ഇറങ്ങിയത്. സുബഹിക്ക് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രഖ്യാപിച്ചു. ഈ 3 പേർക്കും തൗബ ലഭിച്ചു എന്ന സന്തോഷവാർത്ത കേട്ട ഉടനെ നാലുപാടും ജനങ്ങൾ ഈ സന്തോഷവാർത്തയുമായി ആഘോഷത്തിന്റെ ഒരു ലഹരിയിലായി. കാരണം 50 ദിനമായി വ്യക്തിപരമായ യാതൊരു കാരണങ്ങളുമില്ലാതെ ഇവരോട് മിണ്ടാതെ നടക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു മാനസിക വെമ്മിഷ്ടം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പിരിമുറുക്കത്തിന് പരിഹാരമായി എന്ന സന്തോഷം അവരുടെ എല്ലാവരുടെയും മനസ്സിൽ വല്ലാതെ അനുഭവപ്പെടുകയാണ്. അങ്ങനെ സലാ മലയുടെ മുകളിൽ കയറി നിന്ന് ആളുകളെത്തുന്നതിനു മുമ്പേ ഒരാൾ വിളിച്ചു പറയുകയും ആ വിവരം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ട് തന്റെ വീട്ടിൽ ശുക്റിന്റെ സുജൂദ് ചെയ്യുകയും ചെയ്തു. ആ സുജൂദ് ചെയ്തപ്പോഴേക്ക് ഒരാൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ആ വാർത്ത നേരിട്ട് പറയാൻ. അദ്ദേഹത്തിന് തന്റെ കയ്യിലുള്ള ആകെ ഒരു ജോഡി ഡ്രസ്സ് മാത്രമാണ് അപ്പോഴുള്ളത്. അത് നൽകി സന്തോഷത്തിനു വേണ്ടി. ഗുഡ് ന്യൂസ് അറിയിച്ച ആൾക്കൊരു സമ്മാനം നൽകുക എന്ന ഒരു പതിവ് ആ അർത്ഥത്തിൽ ചെയ്തു.
പിന്നീട് വേറെ വസ്ത്രം കടം വാങ്ങി മുത്തുനബിന്റെ ഹദറത്തിലെത്തി പള്ളിയിലേക്ക് ബഹുമാനപ്പെട്ട കഅബ് മാലിക് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ കഴിഞ്ഞ 50 നാളുകളായി തന്നെ കാണുമ്പോൾ മാറിപ്പോകുന്ന ആളുകളൊക്കെ അടുത്തുകൂടുന്നു. അവരെല്ലാവരും സന്തോഷവാർത്ത അറിയിക്കുന്നു. എല്ലാവരും തനിക്ക് അഭിനന്ദനം പറയുന്നു. അങ്ങനെ ഞാൻ പള്ളിയിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് സലാം മടക്കുമ്പോൾ അവിടുത്തെ മുഖം ഇങ്ങനെ സന്തോഷം കൊണ്ട് തിളങ്ങുകയാണ്. കാരണം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് 50 ദിനമായി ഞാൻ നേരിട്ടും മിണ്ടാതായിട്ട് അതിനൊരു പരിഹാരമായല്ലോ എന്ന സന്തോഷം മുത്തുനബിന്റെ മുഖത്തും പ്രകടമാണ്. അങ്ങനെ നബിതങ്ങൾ പറഞ്ഞു, അബ്ശിർ ബിഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദത്ക ഉമ്മുക്. നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ച ദിനം മുതൽ ഇന്നുവരെ നിങ്ങൾക്ക് കഴിഞ്ഞുപോയിട്ടുള്ള ദിനങ്ങളിൽ ഏറ്റവും നല്ല ദിനമാണിത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ കഅബേ എന്ന്. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പൊ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, അമിൻ ഇൻദിക യാ റസൂലല്ലാഹ് അമിൻ ഇൻദില്ലാഹ്, തങ്ങളെ ഈ സന്തോഷവാർത്ത തങ്ങളുടെ ഭാഗത്തു നിന്നാണോ അതല്ല അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണോ? അതായത് അള്ളാഹു തആല അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ അതോ തങ്ങൾക്ക് അള്ളാഹു അനുവാദം തന്നതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ സ്വമേധയാ പ്രഖ്യാപിക്കുകയാണോ എന്ന്. ഖാല ലാ ബൽ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുറ ഇസ്തനാറ വജ്ഹുഹു, നബി തങ്ങൾക്ക് സന്തോഷം വന്നാൽ അവിടുത്തെ മുഖം തിളങ്ങുമായിരുന്നു. ഹത്താ കഅന്നഹു ഖിത്അത്തു ഖമർ, ഒരു പൂർണ്ണചന്ദ്രന്റെ ഒരു ഭാഗം കൊണ്ടുവന്നു വെച്ചതുപോലത്തെ സന്തോഷമുണ്ടാകും, പ്രകാശമുണ്ടാകും നബി തങ്ങളുടെ മുഖത്ത്. വകുന്ന നാരിഫു ദാലിക മിൻഹു, തങ്ങളിൽ നിന്ന് ഞങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും ഇപ്പൊ തങ്ങൾ നല്ല സന്തോഷത്തിലാണെന്ന്. അങ്ങനെ ഫലമ്മാ ജലസ്തു ബൈന യദൈഹി, മുത്തനബിന്റെ മുന്നിൽ ഞാൻ ഇരുന്നപ്പോൾ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്ന മിൻ തൗബത്തി അൻ അൻഖലിഅ മിൻ മാലി സദഖത്തൻ ഇലല്ലാഹ് വ ഇലാ റസൂലി. നബിയെ, എന്റെ പശ്ചാത്താപത്തിൽപ്പെട്ടതായിരുന്നു എന്റെ സമ്പത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം, അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും അത് സദഖയായി നൽകണമെന്ന്. എന്റെ തൗബ അല്ലാഹു തആല സ്വീകരിക്കുമ്പോൾ എന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളത് സ്വീകരിച്ചാലും എന്നർത്ഥം. അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അംസിക് അലൈക ബഅള മാലിക ഫഹുവ ഖൈറുൽ ലക്, നിങ്ങളുടെ മുഴുവൻ സമ്പത്തും അങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല, കുറച്ച് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. അതായത് അവനവന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു കരുതലും ഒരു ജാഗ്രതയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവണം. ഒരാവേശത്തിന് എന്തെങ്കിലും ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അയ്യേ അത്രയും വേണ്ടായിരുന്നു എന്ന തോന്നൽ പിന്നീട് നമ്മളെ വേട്ടയാടാൻ പാടില്ല. അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഭാവിയിലേക്ക് കൂടി നോക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം, തികച്ചും പ്രാക്ടിക്കലായ ഒരു ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ് മാലിക് തങ്ങളോട് പറഞ്ഞു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഫഇന്നി ഉംസികു സഹമി അല്ലദീ ബി ഖൈബർ, എന്നാൽ ഖൈബർ യുദ്ധത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ഗനീമത്തിന്റെ വിഹിതം അത് ഞാൻ എനിക്ക് വേണ്ടി വെക്കുകയും ബാക്കിയുള്ളതെല്ലാം ഇസ്ലാമിനു വേണ്ടി സംഭാവന ചെയ്യുകയും ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, ഇന്നമാ നജ്ജാനില്ലാഹു ബിസ്സിദ്ഖ്, സത്യം പറഞ്ഞതിന്റെ പേരിലാണല്ലോ അള്ളാഹു എന്നെ ഇപ്പൊ രക്ഷപ്പെടുത്തിയത്. വഇന്ന മിൻ തൗബത്തി, എന്റെ പശ്ചാത്താപത്തിന്റെ ഡിമാൻഡിൽപ്പെട്ടതാണ് അല്ലാ ഉഹദ്ദിസ ഇല്ലാ സിദ്ഖൻ മാ ബഖീതു, ജീവിച്ചിരിക്കുന്ന കാലത്ത് സത്യമല്ലാതെ ഇനി പറയില്ല എന്ന്. ഏതു പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും എന്തൊക്കെ ദുരിതക്കയത്തിൽ മുങ്ങി കുളിക്കേണ്ടി വന്നാലും സത്യമേ പറയൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫവല്ലാഹി മാ അഅലമു അഹദൻ മിനൽ മുസ്ലിമീന അബ്ലാഹുല്ലാഹു ഫീ സിദ്ഖിൽ ഹദീസി മുൻദു ദക്കർതു ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സന മിമ്മാ ബലാനി, സത്യമേ പറയൂ എന്ന് പ്രതിജ്ഞയെടുത്തതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എന്നെപ്പോലെ നന്നായി പരീക്ഷിക്കപ്പെട്ട മറ്റൊരാളെയും എനിക്കറിയില്ല. മാ തഅമ്മത്തു മുൻദു ദക്കർതു ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ യൗമി ഹാദാ കദിബ, തങ്ങളോട് ഇത് പറഞ്ഞതിന് ശേഷം ഇന്നുവരെ ബോധപൂർവം ഞാൻ ഒരു നുണയും പറഞ്ഞിട്ടില്ല. വഇന്നീ ലഅർജു അൻ യഹ്ഫളനില്ലാഹു ഫീമാ ബഖീതു, ഇനി ബാക്കിയുള്ള ജീവിതത്തിലും അള്ളാഹു എനിക്ക് കാവല് തരും, അള്ളാഹു എന്നെ ആ കളവിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്
എന്ന് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ സത്യം പറഞ്ഞ് ഈ ഇത്രയും നാള് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സുഖമുണ്ടല്ലോ. എന്താണ്? ഖിയാമത്ത് നാൾ വരെ വിശ്വാസികൾ മുഴുവനും ഇടയ്ക്കിടയ്ക്ക് ഈ 3 പേരെക്കുറിച്ച് ഓർക്കുകയാണ്. അവരെ കൊണ്ട് അല്ലാഹു തആല ഓർമ്മിപ്പിക്കുകയാണ്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞത് വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ഞങ്ങളുടെ നിരപരാധിത്വം അല്ലാഹു തആല പ്രഖ്യാപിക്കുമെന്നറിയാമായിരുന്നു. പക്ഷെ ഇങ്ങനെ ആ ഖുർആനിലൂടെ നിരന്തരം വിശ്വാസികളുടെ നാവുകൊണ്ട് പാരായണം ചെയ്യപ്പെടും വിധത്തിൽ ഞങ്ങളൊരു നിത്യ സ്മരണയായി നിലനിൽക്കുമെന്ന കണക്കുകൂട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ 50 ദിനത്തെ ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായുള്ള ഊരുവിലക്കിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നൽകിയ സന്തോഷം വല്ലാത്ത വലുതാണ് എന്നർത്ഥം. ഇത് നമുക്ക് പല പാഠങ്ങളും നൽകുന്നുണ്ട്. ഒന്ന്, നേരെ പറയാവൂ, സത്യമേ പറയാവൂ എന്ന ഒരു പാഠം. അതിന്റെ പേരിൽ ചിലപ്പോൾ കുറച്ച് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വന്നാൽ പോലും അതിന്റെ ക്ലൈമാക്സ് അതിനേക്കാളൊക്കെ വലിയ സന്തോഷം നമുക്ക് സമ്മാനിക്കുന്നതായിരിക്കും എന്ന പാഠം നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പാഠം, നേരത്തെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരച്ചടക്ക നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടങ്ങൾ വന്നാൽ മുസ്ലിം ഉമ്മത്ത് ആ നിലപാട് സ്വീകരിക്കണം. അവിടെ നമ്മുടെ വ്യക്തിബന്ധമോ അല്ലെങ്കിൽ മാനുഷിക പരിഗണനകളോ ഒന്നും തന്നെ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമാവരുത്. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ ചില വിശ്വാസം തകരാറായി പോയ ആളുകളോട് ഒരച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു അകൽച്ച പാലിക്കണം, അവരുടെ മനസ്സിന് വീണ്ടും വിചാരമുണ്ടാവാനും അത്തരക്കാരോടുള്ള നമ്മുടെ ബന്ധം നമുക്ക് അപകടം ചെയ്യാതിരിക്കാനും വേണ്ടി സലാം പറയരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചിലർ ചോദിക്കാറ് എന്തേ അവര് മുസ്ലിങ്ങളല്ലേ എന്നാണ്. അപ്പൊ മഹാന്മാരായ സഹാബത്ത്, അതും ബദറിൽ പങ്കെടുത്ത 2 ആളുകളോടടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 50 ദിനം സലാം പറയേണ്ടെന്ന് പറഞ്ഞില്ലേ? ഐനുർ റഹ്മത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും ഈ സമൂഹത്തോട് കരുണ കാണിക്കാൻ മറ്റാർക്കെങ്കിലും സാധിക്കുമോ? തങ്ങളുടെ കാരുണ്യം എത്ര വലുതാണ് ഉമ്മത്തിനോട്, തങ്ങളുടെ കരുതൽ എത്ര വലുതാണ് സമൂഹത്തോട് എന്ന് നമുക്കെല്ലാവർക്കും അറിയില്ലേ? എന്നിട്ടും ഈ 50 ദിനം ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചുവെങ്കിൽ ആ നിലപാട് സ്വീകരിക്കുന്നത് സമൂഹത്തിന്റെ ആത്മീയ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഫലപ്രദമായൊരു റൂട്ടാണ് എന്ന് തിരിച്ചറിയണം. അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടി ചില ആളുകളോട് അവരിപ്പോൾ നിലകൊള്ളുന്ന ശൈലി ശരിയല്ല, അതുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് കൂടി വീണ്ടും വിചാരമുണ്ടാവാനും അത്തരക്കാരുടെ തെറ്റായ ശൈലികൾ നമ്മൾ ചെന്നുപെടാതിരിക്കാനും ഒരകലം പാലിക്കണം എന്ന് പറഞ്ഞാൽ ആ അകലം പാലിക്കുന്നത് ക്രൂരതയാണ്, മനുഷ്യത്വമല്ല എന്ന രൂപത്തിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ തീരുമാനം ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് മുസ്ലിമിന്റെ കൾച്ചർ തകരാൻ പാടില്ല. അല്ലെങ്കിൽ അവന്റെ മാനസികാവസ്ഥ അത് തളർന്നു പോകാൻ പാടില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് എന്നിതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ മഹാന്മാരായ സഹാബത്തിന്റെ ഒരു അർപ്പണബോധം നമുക്കിതിൽ നിന്ന് കൃത്യമായി ഉൾക്കൊള്ളാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ നമുക്ക് വിദ്വേഷം തോന്നിയാൽ ഉടനെ സുന്നത്ത് ജമാഅത്ത് വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ താൽക്കാലികമായ എന്തെങ്കിലും ലാഭം കിട്ടിയാൽ അവിടെ ദീന് വലിച്ചെറിഞ്ഞ് വേറെ ഓരോന്നിന്റെ പിന്നാലെ പോകുന്ന തെറ്റായ ആശയങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ മനസ്സ് പാകപ്പെടുന്ന ഒരവസ്ഥ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പലപ്പോഴും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് സ്വന്തം ഭാര്യനെ പോലും മാറ്റി നിർത്തണമെന്ന് മുത്തുനബി പറഞ്ഞപ്പോ ഭാര്യയോട് വീട്ടിലേക്ക് പോകാൻ പറയുകയാണ്, മുത്തുനബിയോട് തർക്കിക്കാൻ നിൽക്കല്ല. അല്ലെങ്കിൽ ഇസ്ലാമിനോട് ഇങ്ങനത്തെ സ്വന്തം കുടുംബത്തിൽ പോലും ഭിന്നത ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇതിലൊന്നും നിൽക്കാനാവൂല എന്ന് പറഞ്ഞ് മനുഷ്യത്വം പറയല്ല അവിടെ ചെയ്യണത്. കാരണം അവിടുത്തെ മനുഷ്യത്വം എന്ന് പറഞ്ഞ് മുത്തുനബി പറഞ്ഞത് സ്വീകരിക്കലാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ കൃത്യമായ കൾച്ചറും അതിന്റെ കൃത്യമായിട്ടുള്ള ശൈലികളും അത് ഉൾക്കൊള്ളാൻ മനുഷ്യനെ പാകപ്പെടുത്തുന്ന വലിയൊരു ത്യാഗത്തിന്റെ കഥയാണ് ഈ പറഞ്ഞ സംഭവമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങൾ നോക്കൂ, മഹാന്മാരായ സഹാബത്തിന്റെ ഈമാനിന്റേതായിട്ടുള്ളൊരു പവർ. 50 ദിവസം ആരോടും മിണ്ടണ്ട, തങ്ങൾ മിണ്ടിയില്ല എന്ന് മാത്രമല്ല ബാക്കിയുള്ളവരോട് മിണ്ടണ്ടെന്നും തങ്ങൾ പറഞ്ഞില്ലേ. അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പക, എന്തെങ്കിലും ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അനിഷ്ടം മുത്തുനബിയോട് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു കഅബ് തങ്ങൾക്കുണ്ടായോ? ഹിലാൽ റളിയല്ലാഹുവിനുണ്ടായോ? മുറാറത്ത് റളിയല്ലാഹുവിനുണ്ടായോ? ഉണ്ടായില്ല എന്ന് മാത്രമല്ല
ബഹുമാനപ്പെട്ട ഇമാം ബഗവി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. ഈ വയലസലാസത്തിൽ ലദീന ഖുല്ലിഫു എന്ന ആയത്തിന്റെ അല്ലെങ്കിൽ ഖത്താബല്ലാഹു അലൻ നബി വല്ലദീന ആമനു എന്ന് പറയുന്ന സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിലൊക്കെ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. റവാ ഇസ്ഹാഖ് ബിൻ റാഷിദ് അൽ-സുഹരി ബിഹാദൽ ഇസ്നാദി അൻ കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബഗവി തങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കലാമി വ കലാമി സാഹിബയ്യ. കഅബ് തങ്ങൾ പറയാണ്, എന്നോടും എന്റെ രണ്ടു ചങ്ങാതിമാരോടും മിണ്ടണ്ടാന്ന് റസൂലുള്ളാഹി വിലക്കിയല്ലോ. ഫലബിസ്തു കദാലിക ഹത്താ തഅല അലയ്യൽ അംറു. അങ്ങനെ ഞങ്ങൾ താമസിക്കേണ്ടി വന്നു ആരും മിണ്ടാതെ. അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ നീണ്ടുപോയല്ലോ 50 ദിനം. എന്നാൽ ഈ 50 ദിനത്തിലും മിണ്ടാത്തതിന്റെ പേരിൽ എന്റെ മനസ്സിനെ അലട്ടിയിരുന്ന ചിന്ത എന്താ? വമാ മിൻ ഷൈഇൻ അഹമ്മു ഇലയ്യ മിൻ അൻ അമൂത വലാ യുസല്ലി അലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ യമൂത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅകൂന മിനൻ നാസി ബിതിൽകൽ മൻസില. ആ ദിനങ്ങളിലൊക്കെ എന്റെ മനസ്സിനെ അലട്ടിയ ഏറ്റവും വലിയ ചിന്ത എന്താണെന്നറിയുമോ? പടച്ചോനെ, ഞങ്ങളെ വിഷയത്തിൽ ഒരു തീരുമാനം വരുന്നതിന് മുമ്പേ ഞാനങ്ങ് മരിച്ചുപോയേക്കുമോ? അങ്ങനെ ഞാൻ മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ റസൂൽ എന്റെ പേരിൽ നിസ്കരിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇതേ അവസ്ഥ നിലനിൽക്കുമ്പോ റസൂലുള്ള അങ്ങ് വഫാത്തായി പോയാലോ? അപ്പോഴും ഞാൻ അതാ നബിതങ്ങൾ മാറ്റി നിർത്തിയ കൂട്ടത്തിൽ പെട്ടുപോകുമല്ലോ. ഫലാ യുകല്ലിമുനി അഹദും മിൻഹും. എന്നാ പിന്നെ സ്വഹാബികളാരും എന്നോട് മുണ്ടൂലല്ലോ. പിന്നെ ഫലാ യുസല്ലി അലയ്യ, എന്റെ പേരിൽ നിസ്കരിക്കുകയും ഇല്ലല്ലോ. ഇതങ്ങ് ആലോചിച്ചിട്ടുള്ള ടെൻഷനും വിഷമവുമായിരുന്നു എന്നെ കൂടുതൽ അലട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോ ഫഅൻസലല്ലാഹു തൗബതന അലാ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളുടെ തൗബ സ്വീകരിച്ചു എന്ന വിവരം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത് ഹീന ബഖിയ സുലുസുൽ അഖീറു മിനൽ ലൈൽ, രാത്രിയിൽ നിന്ന് മൂന്നിലൊരു ഭാഗം കഴിഞ്ഞപ്പോഴാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഉമ്മു സലമ ബീവിയുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ എന്റെ കാര്യത്തിൽ വലിയ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള മഹദിയാണ്. അതോടൊപ്പം തന്നെ നബി തങ്ങളോട് അവർ ചോദിച്ചു, ഉമ്മു സലമ ബീവി ചോദിച്ചു, ഇപ്പൊ തന്നെ ഈ വിവരം അറിയിക്കണ്ടയോ കഅബിന് എന്ന്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു, ഇപ്പൊ അറിയിക്കണ്ട. കാരണം ഈ വിവരം രാത്രി അറിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഉറക്കം കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ സുബഹിക്ക് ശേഷമാണ് മുത്തുനബി ഇത് പ്രഖ്യാപിച്ചത് എന്ന് കാണാം. തുടർന്ന് അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ പടച്ചോന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പമാവുകയും ചെയ്യണേ. ഇവിടെ സത്യം പറയുന്നവർ എന്ന് പറഞ്ഞത് ആരാണ് എന്ന വിഷയത്തിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും, നിങ്ങൾ അവരെ കൂടെ ആവണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി സാദിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന ചർച്ചയിൽ മുഹാജിറുകൾ എന്ന അഭിപ്രായം. കാരണം ഖുർആനിൽ അവരെ കുറിച്ച് അങ്ങനെ പരാമർശനം വന്നിട്ടുണ്ട്, ഉലൈക ഹുമുസ് സാദിഖൂൻ എന്ന്. അതുകൊണ്ട് അവരെ പറ്റിയാണ് എന്ന അഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ വേറെ അഭിപ്രായം, ഹുമുല്ലദീന ഇസ്തവത്തു ലവാഹിറുഹും ബവാത്തിനുഹും, അവരുടെ രഹസ്യവും പരസ്യവും ഒരേപോലെ ആയിട്ടുള്ളവർ എന്നാണ്. ഇബ്നു അറബി തങ്ങൾ പറഞ്ഞു, വഹാദൽ ഖൗലു ഹുവൽ ഹഖീഖ, അതാണ് യഥാർത്ഥത്തിലുള്ള അഭിപ്രായം. അവരുടെ ഉള്ളും പുറവും ഒരേപോലെയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു സ്വഭാവം നിലനിൽക്കുമ്പോഴാണ് കാപഢ്യത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ രംഗത്തുള്ള കാപഢ്യവും അതേപോലെ തന്നെ പ്രവർത്തനത്തിലുള്ള തെറ്റായ ചിന്താഗതികളുമെല്ലാം ഉയർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുക. അപ്പൊ അത്തരക്കാരാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെപ്പോലെ, ഉമർ ബിൻ ഖത്താബ് തങ്ങളെപ്പോലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉള്ള മഹാന്മാരായ സഹാബികളൊക്കെ അവരോടൊപ്പമാകണമെന്നാണ് ഇവിടെ പറയുന്നത് എന്നാണ്. മൂന്നാമത്തെ അഭിപ്രായം ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഈ പറഞ്ഞ 3 പേരോടൊപ്പമാകണമെന്നാണ്. നേരത്തെ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞ 3 പേര്, കാരണം അവർ സത്യം പറഞ്ഞതിന്റെ പേരിലാണല്ലോ ക്രൂശിക്കപ്പെട്ടത്. അപ്പൊ അവരോടൊപ്പം നിന്നാൽ ആത്യന്തികമായി നിങ്ങൾക്കും അല്ലാഹു തആല വിജയം തരുമെന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് ഇവിടെ അറിയിക്കുന്നത് എന്ന വ്യാഖ്യാനവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ സത്യമേ പറയാവൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വാക്കിലും നോക്കിലും ശൈലിയിലുമെല്ലാം സത്യം നിലനിർത്തി മുന്നോട്ട് പോകണം. അങ്ങനത്തെ ഒരു സാഹചര്യം നമുക്കുണ്ടായാൽ ബഹുമാനപ്പെട്ട ഇമാം ബഗവി തങ്ങൾ തന്നെ അവിടുത്തെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഹഖ്ഖു മൻ ഫഹിമ അനില്ലാഹി വഅഖല അൻഹു അൻ യുലാസിമ സിദ്ഖ ഫിൽ അഖ്വാൽ വൽ ഇഖ്ലാസ ഫിൽ അഅമാൽ വസ്സഫാഅ ഫിൽ അഹ്വാൽ ഫമൻ കാന കദാലിക ലഹഖ ബിൽ അബ്റാർ വവസല ഇലാ റിയൽ ഗഫാർ. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, അല്ലാഹുവിനെ സംബന്ധിച്ച് ശരിയായി മനസ്സിലാക്കിയ കാര്യങ്ങളുടെ നിജസ്ഥിതി ഉൾക്കൊള്ളാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ
അവർ വർത്താനത്തിൽ സത്യം സൂക്ഷിക്കണം, അതോടൊപ്പം തന്നെ പ്രവർത്തനത്തിൽ ആത്മാർത്ഥത കൈമുതലാക്കണം. സാഹചര്യങ്ങളിൽ മുഴുവനും കൃത്യതയും വ്യക്തതയുമുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകണം. അത്തരത്തിലുള്ള അവസ്ഥ ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ ഗുണവാന്മാരോടൊപ്പം നല്ലവരോടൊപ്പം ചേരാനും അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താനുമുള്ള അവസരം അല്ലാഹു തആല അവർക്ക് നൽകും. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യം പറയുക എന്ന് നിർബന്ധപൂർവ്വം സ്വീകരിക്കണം. ഫഇന്ന സിദ്ഖ യഹ്ദീ ഇലൽ ബിർറ്, നന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് സത്യം പറയൽ. വഇന്നൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന, നന്മ ചെയ്യുക എന്നത് സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. വമാ യസാലു റജുലു യസ്ദുഖു വയതഹറ സിദ്ഖ, ഒരാൾ സത്യം പറയുകയും സത്യമേ പറയൂ എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിങ്കൽ സിദ്ദീഖ് എന്നൊരു സ്ഥാനം അവൻ എഴുതപ്പെടും. അതേസമയത്ത് കളവ് പറയുക എന്നതിന്റെ നേരെ എതിരാണ്. അഥവാ സകല തിന്മയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കാൻ കള്ളം പറയാൻ മടിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാലുണ്ടാകും. അതുകൊണ്ട് കളവ് പറയരുത്, സത്യമേ പറയാവൂ. സത്യം പറയുന്നവരുടെ നിലപാടിന്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.